ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉണ്ടായത് മുതൽ പ്രതിപക്ഷവും നരേന്ദ്രമോദി വിരുദ്ധരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് 18% തീരുവ, അതേസമയം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് 0% തീരുവ എന്നുള്ളതാണ്. ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ആ വാദം പലകുറി പല ആൾക്കാരും വിശദീകരിച്ചുവെങ്കിലും ഇവർ ഒരു വ്യാപാര കരാർ പോലും കയ്യിലില്ലാതെ ഈ വാദത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് ഇവർ ഈ വാദം ഉന്നയിച്ച സമയത്ത് വ്യാപാര കരാറിന്റെ ഒരു രേഖയോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് $44 ബില്യൺ വില വരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US-ൽ തീരുവ 0 എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഇടക്കാല വ്യാപാര കരാറിനുള്ള ഒരു ചട്ടക്കൂടിൽ ഇരു രാജ്യങ്ങളും ഇപ്പോൾ നിൽക്കുകയാണ്. ഇടക്കാല വ്യാപാര കരാർ പ്രകാരം ഇന്ത്യക്ക് മേലുള്ള നിലവിലെ 50% താരിഫ് 18% US കുറച്ചിട്ടുണ്ട്. അതേസമയം എല്ലാ US വ്യവസായിക ഉൽപ്പന്നങ്ങൾക്കും ചില US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ 0 കുറച്ചു. ഈ കരാർ നടപ്പിലാക്കൽ ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചു. ഈ കരാർ പ്രകാരം ഇന്ത്യൻ കയറ്റുമതിക്കാർക്കായി US $30 ട്രില്യൺ വിലമതിക്കുന്ന വിപണി തുറന്നുകൊടുത്തു. മറുവശത്ത് ഇന്ത്യ $500 ബില്യൺ വിലമതിക്കുന്ന US ഊർജ്ജ ഉൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ എന്നിവ വാങ്ങും. തിങ്കളാഴ്ച ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും കരാറിന്റെ വ്യക്തമായിട്ടുള്ള വിശദാംശങ്ങൾ ഇരുവരും വെളിപ്പെടുത്തിയില്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് 6 ദിവസത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഇടക്കാല വ്യാപാര കരാറിനുള്ള ഒരു ചട്ടക്കൂടിന് ഇന്ത്യയും US-ഉം സമ്മതിച്ചു. ശനിയാഴ്ച ഇരു രാജ്യങ്ങളും ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇടക്കാല വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് അനുസരിച്ച് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി വ്യാപാരത്തിനായുള്ള നിരവധി വസ്തുക്കളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും ഇന്ത്യക്ക് നിലവിലുള്ള 50% തീരുവ 18% US കുറച്ചു. അതേസമയം US വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും ഡ്രൈ ഡിസ്റ്റിലറുകൾ, ധാന്യങ്ങൾ, മൃഗങ്ങളുടെ തീറ്റയ്ക്കുള്ള ചുവന്ന സോർഗം, മരക്കഷ്ണങ്ങൾ, പുതിയതും സംസ്കരിച്ചതുമായിട്ടുള്ള പഴങ്ങൾ, സോയാബീൻ എണ്ണ, വൈൻ, സ്പിരിറ്റുകൾ എന്നിവയുൾപ്പെടെ ചില US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ 0 ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനമുള്ള വ്യാപാരത്തിൽ ഒരു ഇടക്കാല കരാറിനുള്ള ഒരു ചട്ടക്കൂടിന് ഇന്ത്യയും അമേരിക്കയും സമ്മതിച്ചതായി പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% അധിക താരിഫ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടക്കാല കരാർ 2026 ഫെബ്രുവരി 7 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി മോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.